സ്വാമി ശരണം. ഒരു ക്ലാസ്സിലെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ. അതിലൊരാളെ കോപ്പി അടിച്ചതിന് പിടിച്ചു. മറ്റു 2 പേരെയും കുറച്ച് കുസൃതിയും അധികപ്പറ്റും ധിക്കാരവും ഒക്കെ കാണിച്ചതിന് പിടിച്ചു എന്ന് കരുതുക. ഒരു സ്കൂൾ, ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ, ഒരേ ക്ലാസ് ടീച്ചർ 3 പേരെയും ഒരേപോലെ കണ്ട് അവരവരുടെ കുറ്റങ്ങൾക്കനുസരിച്ച് ശിക്ഷിക്കാൻ ബാധ്യസ്ഥനായ ക്ലാസ് ടീച്ചർ ആ വിദ്യാർത്ഥികളെ അവരുടെ മതം നോക്കി ശിക്ഷിക്കുകയും ശിക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അത് തീർത്തും തെറ്റായ നടപടിയല്ലേ? കുറ്റം ആര് ചെയ്താലും അവരെ അവരുടെ കുറ്റത്തിനനുസരിച്ച് തന്നെ ശിക്ഷിക്കണം. അതാണ് ന്യായവും നീതിയും. പറഞ്ഞു വരുന്നത് കേരളത്തിലെ 3 IAS ഉദ്യോഗസ്ഥരെയും നമ്മുടെ മുഖ്യനെ പറ്റിയുമാണ്. IASകാരായ ആസിഫ് കെ യൂസഫ്, ഗോപാലകൃഷ്ണൻ, പ്രശാന്ത് എന്നിവരാണ് ആ 3 വിദ്യാർത്ഥികൾ. 3 പേരും ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഒന്നാം കക്ഷിയായ ആസിഫ് കെ യൂസഫ് ചെയ്ത കുറ്റം വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി IAS നേടി എന്ന നിസ്സാര കുറ്റം. ഗോപാലകൃഷ്ണൻ ചെയ്തത് ഹിന്ദു IASകാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി എന്ന ഗുരുതരമായ കുറ്റം. പ്രശാന്ത് ബ്രോ ചെയ്ത കുറ്റം അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ധിക്കരിച്ചു എന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാവുന്ന അത്രയുമുള്ള കുറ്റം. കുറ്റവാളികളായ 3 പേരെയും മുഖ്യന്റെ കോടതിയിൽ ഹാജരാക്കി. സാക്ഷി വിസ്താരം, വാദം പറച്ചിൽ ഇതൊക്കെ നടന്നു. അവസാനം മുഖ്യനങ്ങ് വിധി പ്രസ്താവിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റുകാരന് ക്ഷീരവികസന വകുപ്പിൽ പാല് കുടിച്ച സുഖവാസ തടവും പരിചരണവും. മറ്റ് 2 ഗുരുതര കുറ്റവാളികളെയും ഇനി അടുത്ത ഉത്തരവുണ്ടാകുന്നത് വരെ സസ്പെൻഷൻ. നോക്കണേ കാര്യങ്ങളുടെ പോക്കേ. ഒരു പന്തിയിൽ പല വിളമ്പ്, അഥവാ മതം നോക്കി ശിക്ഷിക്കൽ. ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം വിവാദമായ മറ്റൊരു കേസിനെ പറ്റിയാണ്. IAS വ്യാജ കേസ് തന്നെയാണ്. അതിൽ പ്രതിയായ മുൻ ട്രെയിനിങ് ഓഫീസർ പൂജ ഖേദ്കറിന്റെ വാർത്തയാണ്. അത് ആരും മറന്നു കാണില്ല. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ അതിൽ ഹൈക്കോടതി വിധി വന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടായിരുന്നു ആ വിധി. കൂടാതെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ച് വിടുകയും ചെയ്തു. പ്രഥമ ദൃഷ്ട്യ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അധികാരികളെ കബളിപ്പിക്കലാണ് എന്നും അതിനായി ചെയ്ത കാര്യങ്ങൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. അതിനാൽ പൂജ ഖേദ്കർ നിയമനത്തിന് യോഗ്യ അല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ ഈ ആസിഫിന്റെ കാര്യം എന്താണ്? മറ്റവർ 3 പേരോടെ നിൽക്കട്ടെ. കുടുംബം ആദായ നികുതി അടയ്ക്കുന്നത് മറച്ചുവെച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന് തെളിയിക്കാനായി ക്രീമി ലെയർ ഇതര വിഭാഗത്തിൽ പെടുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി IASകാരനുമായി. എന്നിട്ടിപ്പോ ആള് ഒരു പ്രധാന വകുപ്പും കൈകാര്യം ചെയ്ത പാലും കുടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരുടെ അവസ്ഥയോ? ഇതാണ് പുതിയ നിയമം, മതം നോക്കി ശിക്ഷിക്കൽ. കേരളത്തിൽ ഹിന്ദുവായാൽ അവനെ 2ാം കെട്ടുകാരനെ പോലെയോ 2ാം കെട്ടിലെ സന്തതിയെ പോലെയോ ഒക്കെ കാണുന്ന കൗതുകമായ കാഴ്ച. ഭഗവാനെ, പിണറായിയുടെ കാലത്ത് ഇനി എന്തൊക്കെ കാണണം, കേൾക്കണം, അനുഭവിക്കണം. അനുഭവിക്കാൻ ഇനിയും ഹിന്ദുവിന്റെ ജീവിതം കേരളത്തിൽ ബാക്കി തന്നെയാണ്.